ശബരിമലയിൽ മിൽമ നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേട് അന്വേഷിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ കാര്യങ്ങളും വിശദമായി അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസ് SP ചുമതലപ്പെടുത്തി. ശബരിമലയിലേക്ക് പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ട കാര്യമില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. അതേസമയം പമ്പയിൽ നിന്ന് വ്യാജ നെയ്യ് കടത്തിവിട്ടത് മതിയായ പരിശോധനയില്ലാതെയെന്നാണ് ദേവസ്വം വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തായിരുന്നു മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാനുള്ള തീരുമാനം. ഇങ്ങനെ വാങ്ങിയ നെയ്യിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെ സമഗ്ര അന്വേഷണത്തിന് ദേവസ്വം വിജിലൻസ് SP ചുമതലപ്പെടുത്തി. മിൽമ ജീവനക്കാർക്ക് പുറമെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കാണ് പ്രധാനമായും അന്വേഷിക്കുക. പമ്പയിൽ ഗുണനിലവാര പരിശോധന നടത്തേണ്ട ഭക്ഷ്യസുരക്ഷാ ജീവനക്കാരും അന്വേഷണ പരിധിയിൽ വരും. ശബരിമലയിലേക്ക് പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ടെന്നും ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച അരവണയും അപ്പവും ഉണ്ടാക്കാൻ കഴിയുമെന്നും ദേവസ്വം ബോർഡ്. കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായ തീരുമാനം നേരത്തെ എടുത്തിരുന്നു. ഇത് കാരണം കൊണ്ട് എടുത്തതല്ല. ഇപ്പോൾ ആ തീരുമാനം നല്ലതായെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. സന്നിധാനത്തേക്കുള്ള മിൽമയുടെ നെയ്യ് 30 ലോഡുകളായാണ് പമ്പയിലെത്തിയത്. ഇതിൽ ഫുഡ് സേഫ്റ്റി സാമ്പിൾ ശേഖരിച്ചത് 6 ലോഡിൽ മാത്രമാണ്. ഗുണനിലവാര പരിശോധനയ്ക്ക് മാത്രം യഥാർത്ഥ നെയ്യ് നൽകിയെന്നും സംശയിക്കുന്നുണ്ട്. വേണ്ടത്ര നെയ്യ് സന്നിധാനത്ത് കിട്ടിയിട്ടും മിൽമയുമായി ദേവസ്വം ബോർഡ് കരാറുണ്ടാക്കിയതിലും ദുരൂഹതയുണ്ട്. മിൽമ നെയ്യ് ഇടപാടിലെ സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം മന്ത്രി K. മുരളീധരന് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.